എനിക്കിപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുകയാണ്. ഹാഷ്മി, ഒരുപക്ഷെ മലയാളത്തിൻ്റെ ഏറ്റവും നല്ല ശബ്ദങ്ങളിലൊന്നാണ് നിലച്ചു പോയിരിക്കുന്നത്. മാത്രവുമല്ല, അനുകരണങ്ങളില്ലാത്ത ശബ്ദം. ഈ അത്ര അധികം ഒരു ഹർഷബാഷ്പം തൂകി അല്ലെങ്കിൽ മലയാള ഭാഷ തൻ മാതകഭംഗി ഇതൊക്കെ പാടിവെച്ച ജയേട്ടൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് മരണം ഉണ്ടാകില്ല. നമ്മുടെ മധുസാർ പറഞ്ഞ പോലെ ഈ ശബ്ദം എന്നും മലയാളിയുടെ മനസ്സിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് മധുസാറിനെ പോലെ ഒരു വലിയൊരു ഈ മലയാള സിനിമയിലെ ഏറ്റവും വലിയ തറവാടിയായ മധുസാർ തന്നെ പറയുന്നത്. ഹാഷ്മി, ഇതൊക്കെ നമ്മുടെ പൊതുസമ്പത്താണ്. നമ്മുടെ വലിയ മഹാസമ്പത്തുകളാണ്. ആ സമ്പത്തുകൾ അസ്തമിച്ചു പോകുന്നു എന്ന് പറയുന്ന തിരിച്ചറിവ് അത് വലിയ വേദനയോട് തിരിച്ചറിവാണ്. അത് നമ്മുടെ കാര്യത്തിൽ തന്നെ സംഭവിക്കും. നമുക്ക് തന്നെ പ്രേക്ഷകരോട് പറയേണ്ടി വരുന്നത് മറ്റൊരു സങ്കടം. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓർമ്മക്കുറിപ്പ് പറയുന്നുണ്ടായിരുന്നു. അതിന് പ്രതിപക്ഷ നേതാവ് പറയുന്ന ഒരു വരികൾ ഇങ്ങനെയാണ്: അപൂർവ മലയാളിക്ക് വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് തോന്നുന്ന അപൂർവ ശബ്ദങ്ങളിലൊന്ന്, കാലഭേദമില്ലാ തലമുറകൾ ഏറ്റെടുത്ത ശബ്ദം, പ്രായമേ നിങ്ങൾക്ക് തളർത്താനാവില്ലെന്ന വാശിയോടെ വീണ്ടും വീണ്ടും മുഴങ്ങിയ ശബ്ദം, പാട്ടിൻ്റെ ഋതുഭേദങ്ങൾ സമ്മാനിച്ച് എന്നും നിലനിൽക്കുന്ന ഓർമ്മകളായി പി കേന്ദ്രൻ മടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ പ്രായമേ നിനക്ക് ഒരു തരത്തിലും എൻ്റെ ശബ്ദത്തെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് പലയാവർത്തി തെളിയിച്ച് എത്രയെത്ര പാട്ടുകൾ പി ജയചന്ദ്രൻ്റെതായി നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. നമ്മുടെയൊക്കെ ഓർമ്മകളിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ എല്ലാ ദിവസവും എന്നോണം ഒരു പാട്ടെങ്കിലും ജയേന്ദ്രൻ പാടിയത് കേൾക്കാതിരിക്കുന്നില്ല. നമ്മൾ എം ടി വാസുദേവനാർ കാര്യം പറയുന്ന പോലെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ആ ശബ്ദം കിരിഞ്ഞിറങ്ങി തലമുറകളിലേക്ക് വലിയ സാന്ത്വനവും അല്ലെങ്കിൽ അവരുടെ പ്രണയത്തിൽ, അവരുടെ പ്രണയനഷ്ടങ്ങളിൽ, അവരുടെ വിരഹങ്ങളിൽ, സന്താപങ്ങളിലൊക്കെ ഒരു പശ്ചാത്തല സംഗീതം പോലെ നിന്ന് നേരത്തെ ശ്രീകുമാരൻ തമ്പി ഇപ്പോൾ അനുസ്മരിക്കുന്നവരൊക്കെയും ഒരുപാട് പാട്ടുകൾ പറയുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെ ഓരോരോ പാട്ടുകൾ പറയുമ്പോൾ ഇവരാരും ഓരോ പാട്ടും ആവർത്തിക്കുന്നു. ഇതൊന്നും എന്താ നോക്കൂ, ഏറ്റവും ഒടുവിൽ ഈ മഞ്ഞലയിൽ മുങ്ങിത്തോർത്ത് എല്ലാവരും പറഞ്ഞു നീലഗിരിയുടെ സഖികളെ, സ്വർണ്ണഗോപുര നർത്തകീ ശില്പം, കർപ്പൂര ദീപത്തിൻ കാന്തിയിൽ, അഷ്ടപതിയിലെ നായികയെ, തിരുവാഭരണം ചാർത്തി വിടർന്നു, രാജീവ നയനെ, റംസാനിലെ ചന്ദ്രികയോ, നന്ദാർ വെട്ട പൂജിരിച്ചു, അനുരാഗാനം പോലെ ഹർഷവാർപ്പം ചൂടി, ഏകാന്തപതികൻ, ശരന്തു മലർദീപനാളം എന്ന് പറഞ്ഞാൽ വായിച്ചാലും തീരാത്തത്ര, അല്ലെങ്കിൽ പറഞ്ഞാലും തീരാത്തത്ര പാട്ടുകൾ. ഈ പാട്ടുകൾ ഓരോന്നോരോന്നും ഹിറ്റ് പാട്ടുകളാണ്. ഓരോന്നോരോന്നും മലയാളിയെ പറഞ്ഞ ഈ അച്ഛനും ബാപ്പയും എന്ന സിനിമയിലെ ഏകാന്തപതികൻ ഞാൻ, അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടിൻ്റെ വരികളിലൂടെ നമ്മൾ ഒന്ന് സഞ്ചരിക്കുകയാണെങ്കിൽ ആ വരികളിൽ തന്നെ പാടി അദ്ദേഹം ഒരു ഏകാന്തതയുടെ ലോകം നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ആ പാട്ട് ഇത്രയും ജനശ്രദ്ധ നേടിയത് എന്നുകൂടി ഞാൻ തിരിച്ചറിയുന്നു. ഇപ്പോൾ അദ്ദേഹം നമുക്കറിയുന്ന പോലെ 1958 ആദ്യത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മൃദംഗ വായനയിൽ മത്സരിച്ച് 1ാം സ്ഥാനവും ലളിതഗാനത്തിന് 2ാം സ്ഥാനവും നേടി. അന്ന് ലളിതഗാനത്തിനും അതുപോലെ തന്നെ ശാസ്ത്രീയ ഗാനത്തിനും ശാസ്ത്രീയ സംഗീതത്തിനും 1ാം സ്ഥാനം നേടിയത് സാക്ഷാൽ KJ യേശുദാസ് ആയിരുന്നു. അന്ന് ലളിതഗാനത്തിന് ജയേട്ടൻ 2ാം സ്ഥാനം, ദാസേട്ടന് 1ാം സ്ഥാനം. മൃദംഗ വായനയിൽ യേശുദാസ് മത്സരിച്ചില്ല, എന്നാൽ ജയചന്ദ്രന് 1ാം സ്ഥാനം.